നമസ്കാരം. 2020 ഓഗസ്റ്റ് 7 അന്ന് ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ സമീപത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. ആ കോളിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ആഗസ്റ്റ് 5 വൈകുന്നേരം ഒരു കുട്ടി ആ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചിരുന്നു. ആ മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ കൈവശമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഹോസ്പിറ്റൽ അധികാരികൾ ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. സർക്കിൾ ഇൻസ്പെക്ടർ ആ ഡോക്യുമെന്റ് വായിച്ചു നോക്കി. ആൻ മരിയ ബെന്നി എന്ന പേരുള്ള കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടത്തുള്ള ഒരു പെൺകുട്ടി ആഗസ്റ്റ് 5 രാവിലെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയായപ്പോൾ മരിച്ചുപോയി. ആ മരണത്തിൽ സംശയം തോന്നിയതുകൊണ്ട് ഹോസ്പിറ്റൽ അധികാരികൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാനായി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അയച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബോഡി വീട്ടുകാർ അവരുടെ താമസ സ്ഥലമായ വെള്ളരിക്കുണ്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷെ റിപ്പോർട്ട് ഇപ്പോഴാണ് കിട്ടിയത്. ആ റിപ്പോർട്ട് വായിച്ച ഡോക്ടർക്ക് അതിലെ ചില കാര്യങ്ങളിൽ സംശയം തോന്നിയതുകൊണ്ടാണ് അദ്ദേഹം പോലീസിൽ വിവരം അറിയിച്ചത്. റിപ്പോർട്ടിൽ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് ഉള്ളിൽ എലിവിഷം ചെന്നതുകൊണ്ടാണെന്ന് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ ആ കുട്ടിയെ രാവിലെ 10 മണിക്ക് കൊണ്ടുവരുമ്പോൾ വീട്ടുകാർ പറഞ്ഞത് കുട്ടിക്ക് മഞ്ഞപ്പിത്തമാണെന്നാണ്. മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ബേസിലുള്ള ചികിത്സകളാണ് അടുത്ത ഏതാനും മണിക്കൂറുകളിൽ ആ ഹോസ്പിറ്റലിൽ നടത്തിയത്. ആ കുട്ടിയുടെ രക്തം അവർ ശേഖരിച്ചിരുന്നു. അതിൻ്റെ പരിശോധനകൾ നടക്കുകയുമായിരുന്നു. മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് യഥാർത്ഥത്തിൽ ആ ഹോസ്പിറ്റലിൽ നടത്തിയത്. പക്ഷെ വൈകിട്ട് 4 മണിയോടുകൂടി ആ കുട്ടിയുടെ അവസ്ഥ ഗുരുതരമാവുകയും 5 മണിയോടുകൂടി മരിക്കുകയും ചെയ്തു. മരിച്ചപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടത്തിക്കണമെന്ന് ഹോസ്പിറ്റലിന് തോന്നിയതും അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആ ബോഡി അയച്ചതും. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി എലിവിഷം കഴിച്ചാണ് മരിച്ചതെന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം ഹോസ്പിറ്റലിന് തോന്നി. ആ വീട്ടുകാർ എന്തിന് അവരോട് കുട്ടിക്ക് മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞു? കുട്ടി എലിവിഷം കഴിച്ചിരിക്കുകയാണ്. വീട്ടുകാർ അറിയാതെയാണോ അത് കഴിച്ചത്? ആ ഒരു സംശയം ഹോസ്പിറ്റലുകാർക്കുണ്ട്. ഹോസ്പിറ്റലുകാർ മറ്റൊരു കാര്യം കൂടി സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു. ഈ കുട്ടിക്കൊപ്പം അവിടെ വന്നിരുന്ന അവളുടെ അമ്മ ചില കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ അധികാരികളോട് പറഞ്ഞിരുന്നു. അവൾക്കും അവളുടെ അമ്മയ്ക്കും അച്ഛനും സഹോദരനും ഒന്നിച്ച് ജൂലൈ 31 ഒരു അസുഖം വന്നിരുന്നെന്നും അവരൊക്കെ കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നെന്നും അവളുടെയും അവളുടെ അച്ഛൻ്റെയും അസുഖങ്ങളാണ് ഭേദമാകാത്തത്, അവൾക്ക് മാത്രമാണ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് മഞ്ഞപ്പിത്ത ചികിത്സയ്ക്ക് വേണ്ടി അവര് വെള്ളരിക്കുണ്ടത്തുനിന്ന് ഇവിടെ ചെറുപുഴയ്ക്ക് വന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ആ സംഭാഷണത്തിലുണ്ടെന്ന് ആ കുട്ടിയുടെ മരണം അറിഞ്ഞപ്പോൾ മുതൽ ഹോസ്പിറ്റൽ അധികാരികൾക്ക് തോന്നിയിരുന്നു. അതൊക്കെ കൊണ്ടാണ് അവര് സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞത്. കോവിഡ് കാലഘട്ടമാണ്. ഹോസ്പിറ്റലിനകത്തേക്ക് ആളുകൾ വരുന്നത് തന്നെ വളരെ ശ്രദ്ധിച്ചാണ്. ശരിക്കും എല്ലാ ഹോസ്പിറ്റലിലും ധാരാളം ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ ആളുകളും മാസ്ക് ധരിച്ച് മാത്രം പുറത്തിറങ്ങുന്ന സമയമാണ്. കടകൾ തുറന്നു വയ്ക്കാൻ നിശ്ചിത സമയം മാത്രം അധികാരികൾ നൽകിയിട്ടുള്ള കാലഘട്ടവുമാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ആ ഹോസ്പിറ്റലിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുമായി ചെറുപുഴ സ്റ്റേഷനിൽ മടങ്ങിയെത്തി. ശരിക്കും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷണം നടത്തേണ്ടത് കാസർഗോഡത്തെ വെള്ളരിക്കുണ്ട് സ്റ്റേഷനിലാണ്. അത് ഉറപ്പുള്ള ചെറുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ആ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി ഉൾപ്പെടെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് അയച്ചു കൊടുത്തു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസർ അവർക്ക് ലഭിച്ച ഡോക്യുമെന്റ് വെള്ളരിക്കുണ്ട് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. വെള്ളരിക്കുണ്ട് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥർ ആ റിപ്പോർട്ടിൽ പറയുന്ന അഡ്രസ്സിൽ അന്വേഷിച്ചെത്തി. ആൻ മരിയ ബെന്നിയുടെ വീട്ടിൽ അവരെത്തുമ്പോൾ അവിടെ 2-3 ആളുകളുണ്ട്. അവർക്ക് പുറമെ ആൻ മരിയ ബെന്നിയുടെ അമ്മ ബെസ്സിയും സഹോദരൻ ആൽബിനുമാണ് അവിടെ ഉള്ളത്. ആ കുട്ടിയുടെ അടക്കം കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. കോവിഡ് കാലഘട്ടമായതുകൊണ്ട് ശവസംസ്കാര ചടങ്ങിൽ ആളുകൾ പങ്കെടുക്കുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ മാത്രമാണ് അവിടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. ആൻ മരിയയുടെ അമ്മ ബെസ്സിയോട് പോലീസ് വിവരങ്ങൾ തിരക്കി. ജൂലൈ 31 ആൻ മരിയയ്ക്ക് അസുഖം വരുന്നത്. അന്ന് ആൻ മരിയെ കാഞ്ഞങ്ങാടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അവിടെ ആൻ മരിയെ പരിശോധിച്ച ഡോക്ടേഴ്സ് ആൻ മരിയയ്ക്ക് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം കണ്ടതുകൊണ്ട് മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുന്നതാകെ നല്ലതെന്ന് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് അവർ ആയുർവേദ മരുന്ന് കൊടുക്കാനായി അവളെയും കൊണ്ട് കണ്ണൂർ ചെറുപുഴയ്ക്ക് വരുന്നത്. അതിൻ്റെ കാരണം അവരുടെ സുഹൃത്തുക്കളായ ചില ആളുകൾ ആയുർവേദ ചികിത്സ ചെറുപുഴയിൽ നടത്തുന്നത് കൊണ്ടാണ്. ശരിക്കും അവർ ബന്ധുക്കളുമാണ്. ആ ബന്ധുവിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച അവർ ആൻ മരിക്ക് ആയുർവേദ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്
ഓഗസ്റ്റ് 5-ന് ഏകദേശം രാവിലെ 10 മണിയോട് അടുപ്പിച്ച് ആൻമരിയുടെ അവസ്ഥ ഒരുപാട് ഗുരുതരമായത്. അതുകൊണ്ടാണ് സമീപത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അതിവേഗം ആൻമരിയെ അവരെത്തിക്കുന്നത്. അവിടെ എത്തിച്ചെങ്കിലും വൈകുന്നേരം 5 മണിയോടുകൂടി ആൻമരിയെ മരിച്ചു. ആൻമരിയുടെ മാതാവ് ബെസ്സി ആ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. അത് കേട്ടതും പോലീസ് ആൻമരിയുടെ മാതാവിനോട് ചോദിച്ചു, അല്ല ആൻമരിയുടെ അച്ഛനെവിടെ? അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്. എന്തുപറ്റി? സർ, ആൻമരിക്ക് അസുഖം വന്ന ദിവസം തന്നെ അവളുടെ പപ്പയ്ക്കും അസുഖം വന്നിരുന്നു. അങ്ങനെയാണ് പപ്പയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. പുള്ളിക്കും മഞ്ഞപ്പിത്തമാണ് വന്നത്. അല്ല സർ, പുള്ളിയും ഛർദ്ദിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ആൻമരിയും ഛർദ്ദിച്ചിരുന്നു. സർ, ആൻമരിയെ മാത്രമല്ല സർ, ഞങ്ങൾ 4 പേരും ഛർദ്ദിച്ചു. ഞങ്ങൾ 4 പേരും ഹോസ്പിറ്റലിൽ അന്ന് അഡ്മിറ്റ് ആയതാണ്. പക്ഷെ എനിക്കും മോനും പെട്ടെന്ന് ഭേദമായി. പപ്പയും ആനും ഒട്ടും സുഖപ്പെട്ടില്ല. അങ്ങനെയാണ് ആനിനെ ഞാനും മോനും കൂടി ചെറുപുഴയ്ക്ക് കൊണ്ടുപോയത്. പപ്പ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് ആ വിവരങ്ങളുമായി വെള്ളരിക്കുണ്ട സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി. വെള്ളരിക്കുണ്ട സ്റ്റേഷനിൽ മടങ്ങിയെത്തിയ ആ പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടറെ ധരിപ്പിച്ചു. ആ വിവരങ്ങൾ കേട്ടപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു സംശയം. അദ്ദേഹം ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ബെന്നി കിടക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ ബെന്നിയെ കണ്ട് കുറച്ച് വിവരങ്ങൾ തിരക്ക്. ബെന്നി ഏത് ഹോസ്പിറ്റലാണ് കിടക്കുന്നതെന്നുള്ള കാര്യം ആൻമരിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ബെന്നിയുള്ള ഹോസ്പിറ്റലിലെത്തി. ബെന്നിയെ കാണാനായി ഹോസ്പിറ്റലിലെത്തിയ ആ പോലീസുകാർക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. ബെന്നിയോട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അവിടെ ഉള്ളത്. ബെന്നിയുടെ അവസ്ഥ തികച്ചും ഗുരുതരമാണ്. ആൻമരിയുടെ മരണം നടന്നതുകൊണ്ട് മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ ആ സമയത്ത് ബെന്നിയുടെ ഭാര്യ ഉണ്ടാവാത്തത്. മകളുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി അവർ വീട്ടിൽ ഉണ്ടാകേണ്ടതിന് ആവശ്യമുള്ളത് കൊണ്ട് അവർ യഥാർത്ഥത്തിൽ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് വീട്ടിലേക്ക് വന്നതാണ്. വിവരങ്ങൾ അറിയാനായി പോലീസ് ഡോക്ടറുടെ അടുത്തെത്തി. ഡോക്ടർ പോലീസിനോട് ബെന്നിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ബെന്നിയുടെ അസുഖം ആദ്യം അവരും മഞ്ഞപ്പിത്തം എന്ന ശൈലിയില കണ്ടത്. പക്ഷെ ക്രമേണ അവർക്ക് സംശയം തോന്നിയപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം അവരറിയുന്നത്. ബെന്നിയുടെ ബോഡിയിൽ വിഷം കലർന്നിട്ടുണ്ട്. ഏത് വിഷമാണ് കലർന്നെന്നറിയാൻ അവർ ടെസ്റ്റ് നടത്തിയപ്പോൾ അത് എലിവിഷമാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. എലിവിഷം ബെന്നിയുടെ ബോഡിയിൽ കടന്നിരുന്നു എന്ന കാര്യം ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ശരിക്കും ഇപ്പോ അക്ഷരാർത്ഥത്തിൽ മുഖത്തോട് മുഖം നോക്കിപ്പോയത് ആ പോലീസുകാരാണ്. അവര് ഫോളോ ചെയ്ത് വന്ന ആൻമേരി കേസിലെ ആൻമേരിയുടെ ബോഡിക്കുള്ളിലും എലിവിഷം ഉണ്ടായിരുന്നു. ഇപ്പോ ആൻമേരിയുടെ പിതാവിന്റെ ബോഡിയിലും എലിവിഷമുണ്ട്. ആ പോലീസുകാരിൽ ഒരാൾ ഡോക്ടറോട് ചോദിച്ചു, സർ, ഈ ബെന്നിയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? സർ, അയാളുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട്. നല്ല അളവിൽ എലിവിഷം അയാളുടെ ഉള്ളിൽ കടന്നിരിക്കുകയാണ്. അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? സർ, രക്ഷപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഡോക്ടേഴ്സിന് അങ്ങനെ പറയാൻ പറ്റും. രക്ഷപ്പെടാനും രക്ഷപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് കോവിഡ് കാലഘട്ടമാണ്. ആശുപത്രിയിൽ കോവിഡ് രോഗികൾ ഇഷ്ടംപോലെ വരികയും പോവുകയും ചെയ്യുന്നതാണ്. ആ വരുന്ന ആരിൽ നിന്നെങ്കിലും കോവിഡ് ഈ രോഗിയിലേക്ക് കടന്നാൽ ആ രോഗി അവിടെ വെച്ച് മരിക്കും. അത് ആ പോലീസുകാർക്കും ഡോക്ടേഴ്സിനും അറിയാം. എന്തായാലും അയാൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പോലീസുകാർ തിരിച്ച് സ്റ്റേഷനിലെത്തി ആ കാര്യം റിപ്പോർട്ട് ചെയ്തു. ജൂലൈ 31-നും ഈ പറഞ്ഞ ഓഗസ്റ്റ് 9-നും ഇടയിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ജൂലൈ 31-നാണ് ആ വീട്ടിലെ ആളുകൾക്ക് ആദ്യം അസുഖം വരുന്നത്. ജൂലൈ 31 കഴിഞ്ഞ് ആഗസ്റ്റ് 5-നാണ് ആൻമരിയ മരിക്കുന്നത്. ഓഗസ്റ്റ് 7-ന് ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓഗസ്റ്റ് 9 ആയപ്പോൾ ഇപ്പോൾ പുതിയ റിപ്പോർട്ടും കിട്ടിയിരിക്കുകയാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ആ വിവരങ്ങൾ കാഞ്ഞങ്ങാട് DOSP അറിയിച്ചതും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു കാര്യം ചെയ്യാൻ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ നിർബന്ധിതരായി. അവർ ആൻമരിയുടെ അമ്മയുടെയും സഹോദരന്റെയും രക്തസാമ്പിളുകൾ പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തത്. പോലീസ് ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലെത്തി അവരുടെ രക്തം ടെസ്റ്റിന് കൊടുക്കുകയും ചെയ്തു. കോവിഡ് കാലഘട്ടത്തിൽ സ്വാഭാവികമായി ഇതൊക്കെ നടക്കുന്നതാണ്. രക്തം കൊടുത്തിട്ട് അവരങ്ങ് വീട്ടിലെത്തി. അതിവേഗമാണ് പോലീസിന് വേണ്ടി ആ ടെസ്റ്റുകൾ നടത്തിയത്. ടെസ്റ്റ് റിപ്പോർട്ട് വേഗം കിട്ടി. ആൻമേരിയുടെ മാതാവ് ബെസ്സിയുടെ ബോഡിയിൽ വളരെ ചെറിയ അളവിൽ എലിവിഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ സഹോദരൻ ആൽബിന്റെ ബോഡിയിൽ എലിവിഷത്തിന്റെ സാന്നിധ്യമില്ല. അതേസമയത്ത് ഹോസ്പിറ്റലിലുള്ള ബെന്നിയുടെ ശരീരത്തിൽ വളരെ ഗുരുതരമായ അളവിൽ എലിവിഷത്തിന്റെ സാന്നിധ്യമുണ്ട്. മരണപ്പെട്ട ആൻമേരിയുടെ ശരീരത്തിലും എലിവിഷത്തിന്റെ സാന്നിധ്യം വളരെ കൂടുതലായിരുന്നു. 4 റിപ്പോർട്ടുകളും ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിലുണ്ട്. ആ വിവരങ്ങൾ അദ്ദേഹം വീണ്ടും കാഞ്ഞങ്ങാട് DOSP അറിയിച്ചു. ആ റിപ്പോർട്ടുകൾ കണ്ട DOSP ഉടൻ തന്നെ ആ കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വെള്ളരിക്കുണ്ടിലെ ആ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെയാണ് ആ ടീമിന് നേതൃത്വം കൊടുക്കുന്നത്. ആ കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കാനുള്ള നിർദ്ദേശത്തോടു കൂടി രൂപീകൃതമായ ആ ടീം ആ പരിപാടിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ചർച്ച ചെയ്തു തുടങ്ങി. എന്തായിരിക്കാം യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുക?
അതാണല്ലോ ആദ്യം അറിയേണ്ടത്. അതിനുവേണ്ടി അവർ ആൻ മരിയയുടെ വീട്ടിലെത്തി. അവിടെ ബെസ്സിയുണ്ട്, മകനുമുണ്ട്, 2 ബന്ധുക്കളുമുണ്ട്. തൊട്ട് സമീപത്തുള്ള വീടുകളുടെ ബന്ധുക്കളാണ്. അവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മരണപ്പെട്ട ആൻ മരിയ. അതുകൊണ്ടാണ് അവർ ആ കോവിഡ് അവസ്ഥയിലും ആ വീട്ടിലേക്ക് വന്നത്. പോലീസ് ബെസ്സിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. ബെസ്സി, ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല സർ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, മരിച്ച ആൻമേരിയുടെയും നിങ്ങളുടെ ഹസ്ബൻഡിന്റെയും നിങ്ങളുടെയും മകന്റെയൊക്കെ ശരീരത്തിൽ എലിവിഷത്തിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ എലിവിഷം നിങ്ങളുടെ ബോഡി കടക്കാൻ ഒരു കാരണം വേണമല്ലോ. നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന് അറിയാനാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഏയ് സർ, ഞങ്ങളാരും ആത്മഹത്യക്ക് ശ്രമിച്ചില്ല. എലിവിഷം ഞങ്ങളുടെ ബോഡി കടക്കാൻ ഒരു സാധ്യതയില്ല സർ. സർ, അത് വെറുതെ തോന്നുന്നാവും. ബെസ്സി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പോലീസിനോട് ആ കാര്യം പറഞ്ഞത്. ബെസ്സിക്ക് അവരുടെ ശരീരത്തിൽ എലിവിഷം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കാൻ ഒരു മടി. അവര് തീർത്ത് പറയുകയാണ് അവരാരും എലിവിഷം കഴിച്ചിട്ടില്ല. പോലീസ് അവരോട് ചോദിച്ചു, അല്ല, ആൻ മരിയയ്ക്ക് അസുഖം വരുന്ന ദിവസം നിങ്ങൾ എന്താ കഴിച്ചത്? സർ, സാധാരണഗതിയിലുള്ള ആഹാരമൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ പറഞ്ഞ അവർ പെട്ടെന്ന് എന്തോ ആലോചിച്ചല്ലോ, പറഞ്ഞു, സർ, തലേ ദിവസം ജൂലൈ 30-ന് ഞങ്ങളൊരു ഐസ്ക്രീം ഉണ്ടാക്കിയായിരുന്നു. അത് നിങ്ങൾ കഴിച്ചിരുന്നു. അതല്ലാതെ സാധാരണഗതിയിലുള്ള ആഹാരം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ആൻമരിയയ്ക്ക് ഐസ്ക്രീം ശരിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ ഇത്തിരി കൂടുതൽ കഴിച്ചായിരുന്നു. അവളുടെ പപ്പയും ഒരുപാട് കഴിച്ചു. ഞാൻ പിന്നെ കുറച്ചേ കഴിച്ചോളൂ. അത് കേട്ടതും പോലീസ് ചോദിച്ചു, അല്ല, നിങ്ങളുടെ മകൻ ആൽബിൻ കഴിച്ചില്ലേ? അവനെ കഴിച്ചായിരുന്നു. ഓക്കെ 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 അപ്പൊ നിങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ചപ്പോഴാണ് ഛർദ്ദിച്ചത്? ഇല്ല സർ, ഐസ്ക്രീം കഴിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. സർ, കുഴപ്പമുണ്ടാകുന്നത് പിറ്റേ ദിവസമാണ്, ജൂലൈ 31-നാണ്. അന്ന് വൈകിട്ട് ഞങ്ങൾക്കൊക്കെ ഛർദ്ദിൽ വന്നത്. ജൂലൈ 31-നും വീണ്ടും നിങ്ങൾ ഐസ്ക്രീം കഴിച്ചായിരുന്നു? സർ, കഴിച്ചായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല സർ, ഞാൻ വളരെ കുറച്ചേ കഴിച്ചോളൂ. പോലീസ് പതുക്കെ പതുക്കെ ബെസ്സിയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ എന്തായാലും ജൂലൈ 31-ന് ജൂലൈ 30-നും അവര് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഐസ്ക്രീം കഴിച്ചതിന് ശേഷമാണ് അവരെല്ലാവരും ഛർദ്ദിക്കുന്നതും അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അവര് 4 പേരും ഐസ്ക്രീം കഴിച്ചെങ്കിലും മകൾക്കും അച്ഛനുമാണ് ഗുരുതരമായ ഛർദ്ദിലേക്ക് ഉണ്ടായത്. ബാക്കി 2 പേരും ഛർദ്ദിക്കുകയും വിഷമിക്കുകയും ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തെങ്കിലും അവർക്ക് 2 പേർക്കും വലുതായിട്ട് അസുഖമൊന്നും വന്നില്ല. അത് ബോധ്യമുള്ള പോലീസ് അവരോട് ചോദിച്ചു, അല്ല ബെസ്സി, ഈ മകളും അച്ഛനും വേറെ എന്തെങ്കിലും ആഹാരം കഴിച്ചായിരുന്നു? ഇല്ല സർ, അങ്ങനെ ഒന്നും കഴിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ കഴിച്ചെങ്കിൽ ഞാൻ കാണുമായിരുന്നല്ലോ. വീട്ടിനകത്തുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കാനുള്ള സാധ്യതയുള്ളൂ. വീടിനകത്തുള്ള സാധനങ്ങൾ ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നവയാണ്. അവരുടെ വീട്ടിൽ ആ അടുക്കളയിൽ പല സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ബോക്സുകളിൽ കഴിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ ചിപ്സ് ഐറ്റം തുടങ്ങിയവയൊക്കെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും എടുത്ത് കഴിച്ച് കാണുമോ എന്നുള്ള ചോദ്യമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. പക്ഷെ അത് അവരെല്ലാവരും കഴിച്ചതുകൊണ്ട് അതിൽ ഒരു സാധ്യതയും അവർ കണ്ടില്ല. പോലീസ് ആ ചോദ്യം ചെയ്യൽ പ്രക്രിയ അവിടെ നിർത്തിയതിനു ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി. പോലീസ് ആ ഏരിയ വിട്ടുപോകുന്നതിന് പകരം അടുത്തുള്ള വീടുകളിലേക്ക് ഒന്ന് കറങ്ങി. ആൻ മരിയയെക്കുറിച്ച് അവർക്കുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നതെന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബെസ്സിയോട് പറയുകയും ചെയ്തു. അടുത്ത വീട്ടിൽ പോയ പോലീസ് പക്ഷേ അവരോട് വേറെ ചില കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. ആൻ മരിയയുടെ വീട്ടുകാരെ കുറിച്ചുള്ള ആ അയൽക്കാരുടെ അഭിപ്രായങ്ങളാണ് പോലീസിന് അറിയേണ്ടത്. അവർക്ക് ആർക്കും ആ വീട്ടിനെ കുറിച്ച് ഒരു എതിരഭിപ്രായവുമില്ല. അസ്വാഭാവികമായി എന്തെങ്കിലും ആ വീട്ടിൽ അടുത്ത കാലത്തായി അവർക്ക് അനുഭവപ്പെട്ടോ എന്നുള്ള ചോദ്യം പല വീടുകളിലും ചോദിച്ചപ്പോൾ തൊട്ട് സമീപത്തുള്ള ഒരു വീട്ടുകാരൻ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു. സർ, കഴിഞ്ഞ ആഴ്ച അവിടെ അവരെന്തോ കഴിച്ചിട്ട് ഛർദ്ദിക്കുകയോ വയ്യായിക വന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. സർ, ഇനിയിപ്പോ അവരെ കിണറ്റില് വെള്ളത്തിലെങ്ങാനും പ്രശ്നം വല്ലതും കാണോ? ആ അയൽക്കാരൻ അയാളുടെ സംശയം പോലീസിനോട് ഉന്നയിച്ചു. ആ വീട്ടിലെ ആളുകൾക്ക് ഇത് 2ാമത്തെ തവണയാണ് ഛർദ്ദിലൊക്കെ വരുന്നത്. അതും അടുപ്പിച്ചടുപ്പിച്ചുള്ള ആഴ്ചകളിലാണ്. പോലീസ് എന്തായാലും ആ വിവരം കൂടി ശേഖരിച്ചതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി. കിട്ടിയ വിവരങ്ങൾ അവര് ഒന്നുകൂടി ഒന്ന് വിശദമായി അവലോകനം നടത്തി. അവർ ഇതുവരെയും ചോദ്യങ്ങൾ ചോദിക്കാത്തത് ആൻ മരിയയുടെ സഹോദരൻ ആൽബിനോട് മാത്രമാണ്. അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൽബിനുണ്ട്. ആൽബിനോട് ചോദ്യം ചോദിക്കാതെ അവന്റെ മാതാവ് ബെസ്സിയോട് മാത്രമാണ് പോലീസ് ചോദ്യം ചോദിക്കുന്നത്. അത് അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ്. വളരെ നിസ്സാരമായി ആൽബിനെ കണ്ട പോലീസ് പക്ഷെ ഇതിനിടയിൽ മറ്റൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോ അവിടെ ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ മേശപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. അവര് ഹോസ്പിറ്റലിൽ ആൽബിൻ കൊടുത്ത ടെലിഫോൺ നമ്പർ ബേസ് ചെയ്തുകൊണ്ട് അവനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. അവന്റെ സെർച്ച് ഹിസ്റ്ററിയാണ് ശരിക്കും സൈബർ പോലീസിന്റെ സഹായത്തോടെ പോലീസ് ഈ ദിവസങ്ങളിൽ പരിശോധിച്ചത്. കോവിഡ് സമയമാണ്. സകലമാന മനുഷ്യന്മാരും ഫോണിനകത്ത് ഇരിക്കുന്ന കാലഘട്ടമാണ്. കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആൽബിന്റെ സെർച്ച് ഹിസ്റ്ററിയിലൂടെ കടന്നു പോകുമ്പോൾ
കൊച്ചു പിള്ളേർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള, കൗമാരക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കുരുത്തക്കേടുകളും ആൽബിന്റെ ആ സെർച്ച് ഹിസ്റ്ററിയിൽ ഉണ്ട്. ധാരാളം സെക്സ് വീഡിയോസ് അവൻ കണ്ടിട്ടുണ്ട്. അത് സ്ഥിരമായി കാണുന്ന ഒരു ശൈലിയും ശീലവും ഒക്കെ അവനുണ്ട്. അതൊക്കെ പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയിൽ ആ സൈബർ സെല്ലുകാർ മറ്റൊരു കാര്യം വ്യക്തമായി നോട്ട് ചെയ്ത് അത് അണ്ടർലൈൻ ചെയ്ത് സർക്കിൾ ഇൻസ്പെക്ടർ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള സെർച്ച് ഹിസ്റ്ററിയാണ്. ആ റിപ്പോർട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ആ അന്വേഷണ സംഘത്തിന്റെ മുന്നാകെ വെച്ചു. ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എലിവിഷത്തെക്കുറിച്ചുള്ള സെർച്ച് വിവരങ്ങളാണ്. എലിവിഷം ഒരാൾക്ക് കൊടുത്താൽ അത് അയാളുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എലിവിഷം ഏതളവിൽ കൊടുത്താൽ ഒരാൾക്ക് മരണം സംഭവിക്കാം, ഓരോ പ്രായത്തിലുള്ള ആളിനും എത്ര അളവ് വീതം കൊടുക്കണം, എലിവിഷം ഏത് ശൈലിയിൽ കൊടുത്താൽ ഒരാളുടെ ശരീരത്തിനകത്ത് വേഗം ലയിച്ചു ചേരും, പിടിക്കപ്പെടാതെ എലിവിഷം എങ്ങനെ കൊടുക്കാം, എലിവിഷം ആഹാരത്തിൽ കൂട്ടിക്കലർത്തിയാൽ അത് മണം കൊണ്ട് കഴിക്കുന്ന ആള് തിരിച്ചറിയുമോ, മണം കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള വെറൈറ്റി സെർച്ചുകളുടെ ഒരു വൻ ഡേറ്റയാണ് സൈബർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊടുത്തിരിക്കുന്ന ആ ഡോക്യുമെന്റിനകത്തുള്ളത്. ആൽബിൻ വളരെ കാര്യമായിട്ട് തന്നെ എലിവിഷത്തെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം സൈബർ പോലീസ് മറ്റൊരു ഡോക്യുമെന്റ് കൂടി വെള്ളരിക്കൊണ്ട് ആ സ്റ്റേഷനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത് ഈ ആൽബിന്റെ കോൾ ഹിസ്റ്ററിയാണ്. അവന്റെ ആ കോൾ ഹിസ്റ്ററിയും തികച്ചും രസകരമാണ്. അവൻ കൂടുതലും വിളിച്ചിരിക്കുന്നത് സ്ത്രീകളെയോ പെൺകുട്ടികളെയോ ആണ്. അപരിചിതരായ സ്ത്രീകളുമായിട്ട് കുറച്ച് കൂടുതൽ സമയം അവൻ സംസാരിച്ചിട്ടുണ്ട്. അത് കണ്ടത് അവന്റെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററിയും അതുപോലെ തന്നെ അവന്റെ സോഷ്യൽ മീഡിയ സെർച്ച് ഹിസ്റ്ററിയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വെള്ളരിക്കൊണ്ട് പോലീസ് സൈബർ പോലീസിനോട് ആവശ്യപ്പെട്ടു. അതിന്റെ റിപ്പോർട്ടും ഉടനെത്തി. അവൻ ശരിക്കും നന്നായി ചാറ്റ് ചെയ്യുന്ന ഒരുത്തനാണ്, നല്ലൊരു ചാറ്ററാണെന്ന് പറയാം. സംസാരിക്കാൻ നല്ല താല്പര്യമുള്ള ഒരു പയ്യൻസാണ് ഈ ആൽബിൻ. സംസാരിക്കുന്നതൊക്കെ പെമ്പിള്ളേരുമായിട്ടാണ്. പല സംഭാഷണങ്ങളും സെക്ഷൽ വിഷയങ്ങളുമായി കണക്റ്റഡുമാണ്. ഒരു സെക്സ് മാനിയാക്കാണ് ആ പയ്യനെന്ന് അവന്റെ ചാറ്റിലൂടെ കടന്നുപോയ പോലീസിന് അതിവേഗം മനസ്സിലായി. അവനാണെങ്കിൽ വെറും 22 വയസ്സുകാരനാണ്. ആ 22 വയസ്സുകാരൻ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ താല്പര്യം കാണിക്കും. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയും അതിരുമൊക്കെ ഉണ്ട്. അതൊക്കെ കടന്ന് അവൻ പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അവന്റെ ആ സെർച്ച് ഹിസ്റ്ററിയിൽ എലിവിഷവുമായി ബന്ധപ്പെട്ട് അവസാനം നടത്തിയിരിക്കുന്ന സെർച്ചുകളെല്ലാം ചെന്ന് നിൽക്കുന്നത് ഐസ്ക്രീമിൽ എലിവിഷം എങ്ങനെ ചേർക്കാം എന്നതിനെ കുറിച്ചാണ്. അവന്റെ അച്ഛൻ, അമ്മ, സഹോദരി അവർക്ക് 3 പേർക്കും എലിവിഷം കൊടുക്കുന്നതിനെ കുറിച്ചാണ് അവൻ സെർച്ച് ചെയ്തിരിക്കുന്നതെന്ന് ഏകദേശം ഒരു ധാരണ പോലീസിന് ഇപ്പോൾ ഉണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ പറയേണ്ടത് പ്രധാന കഥാപാത്രമായ ആൽബിൻ തന്നെയാണ്. ആൽബിൻ ഉള്ള സമയത്താണ് അതിനു മുമ്പ് 2-3 തവണ വെള്ളരിക്കൊണ്ട് പോലീസ് അവന്റെ വീട്ടിലെത്തിയത്. അന്നൊന്നും തന്നെ അവനോട് ആൻമരിയുടെ മരണത്തെക്കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചോ പോലീസ് ഒരു ചോദ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കൊച്ചു പയ്യൻ എന്ന നിലയിൽ അവനെ അവർ ഒഴിവാക്കിയിരുന്നു. പിറ്റേ ദിവസം അവർ ആൽബിനെ സ്റ്റേഷനിലേക്ക് വരുത്തി. സ്റ്റേഷനിൽ വന്നപ്പോൾ അവനോട് ചോദിച്ചത് സിമ്പിൾ ചോദ്യങ്ങളാണ്. ആൽബിൻ, നീ ഐസ്ക്രീം കഴിച്ചില്ലായിരുന്നോ? സർ, ഞാൻ കഴിച്ചായിരുന്നു. പിന്നെന്താ നിന്റെ ശരീരത്തിൽ മാത്രം എലിവിഷം കയറാത്തത്? സർ, അതിപ്പോ അങ്ങനെ ചോദിച്ച് ഞാൻ എന്താ പറയുക? ആൽബിന്റെ മറുപടി വളരെ സിമ്പിളാണ്. ആൽബിൻ ചിരിച്ചുകൊണ്ടാണ് ആ മറുപടി പറഞ്ഞത്. അവന്റെ ശരീരത്തിൽ എലിവിഷം കയറാത്തതിൽ അവനെന്ത് പിഴച്ചു? അതാണല്ലോ അവന്റെ ആ ചോദ്യം ഉദ്ദേശിക്കുന്നത്. പോലീസ് ചിരിച്ചുകൊണ്ട് ആൽബിനോട് പറഞ്ഞു, ആൽബിൻ, നിനക്ക് ഈ പെമ്പിള്ളരെയൊക്കെ വലിയ ഇഷ്ടമാണല്ലേ? സർ, എന്താ അങ്ങനെ പറയുന്നത്? അല്ല, നീ രാത്രി ഒരുപാട് ഉറക്കമൊഴിയുന്നത് പോലെ ഒരു തോന്നൽ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആ മൊബൈൽ ഫോണിങ് എടുത്തേ. അതുവരെ അവന്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു നോക്കാത്ത പോലീസ് അവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അവനെ കൊണ്ട് തന്നെ ലോക്ക് എടുപ്പിച്ച് അവന്റെ മുന്നിൽ വെച്ച് തന്നെ പോലീസ് അവന്റെ ചാറ്റ് ഹിസ്റ്ററി ഒന്ന് നോക്കി. ചാറ്റ് ഹിസ്റ്ററിയിൽ വളരെ നേരായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നീ കൊള്ളാലോ, നല്ല ക്ലീൻ ആയിരിക്കാണല്ലോ നിന്റെ ചാറ്റ് ഹിസ്റ്ററി. അങ്ങനെ പറഞ്ഞ പോലീസ് അവനോട് സിമ്പിളായി ചോദിച്ചത് ഒരു കാര്യമാണ്. അല്ല ആൽബിൻ, ഈ ഹിസ്റ്ററിയൊക്കെ നീ എന്നാ ഡിലീറ്റ് ചെയ്തത്? സർ, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആൽബിൻ, ഞങ്ങൾ പോലീസാണേ, ഞങ്ങൾക്ക് നീ എന്ത് ഡിലീറ്റ് ചെയ്താലും അത് തിരിച്ചെടുക്കാൻ പറ്റും. നീ ഡിലീറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് മേശപ്പുറത്തിരിക്കുന്ന ഒരു കെട്ട് ഡോക്യുമെന്റ് അവനെ കാണിച്ചു. അതിൽ നിന്ന് അദ്ദേഹം ഒരു ഡോക്യുമെന്റ് എടുക്കുകയും ചെയ്തു. ആൽബിന്റെ മുന്നിൽ വെച്ച് തുറന്ന ആ ഡോക്യുമെന്റിൽ അയാൾ അവന്റെ സെക്സ് ചാറ്റുകൾ കൃത്യമായി കാണിച്ചു. അത് കണ്ട ആൽബിന്റെ മുഖം ഒന്ന് വിളറി. ആ വിളർച്ച ശ്രദ്ധിച്ച സർക്കിൾ ഇൻസ്പെക്ടർ അവനോട് പറഞ്ഞു, ആൽബിൻ, നീ ഇനിയൊന്നും ഒളിക്കാനൊന്നും നിൽക്കണ്ട. നീ ഈ ഡോക്യുമെന്റിലൂടെ കണ്ടാൽ പിന്നെ ഒളിക്കത്തുമില്ല.
അങ്ങനെ പറഞ്ഞിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ മറ്റൊരു ഡോക്യുമെന്റ് എടുത്ത് അവന് മുന്നിൽ തുറന്നു കാണിച്ചു. അതിനകത്ത് അവൻ എലിവിഷം സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ശരിക്കും പതറിപ്പോയ ആൽബിൻ അവസാനം കുറ്റം സമ്മതിച്ചു. പോലീസ് അവനെ കോടതിയിൽ ഹാജരാക്കി അവനെ കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങിച്ചു. കാഞ്ഞങ്ങാട് കോടതി ആഗസ്റ്റ് 27 വരെ അവനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. ആൽബിനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയതും പോലീസ് അവനോടുള്ള ചോദ്യങ്ങൾ ഒന്നുകൂടെ കർക്കശമാക്കി. അവൻ പതുക്കെ പതുക്കെ നടന്ന സംഭവങ്ങൾ പോലീസിനോട് പറഞ്ഞു തുടങ്ങി. കാസർഗോഡ് ജില്ലയിലെ ആ വെള്ളരിക്കുണ്ടിൽ +2 കഴിഞ്ഞ ആൽബിൻ +2 പഠനത്തിന് ശേഷം തുടർ പഠനത്തിനായി തിരഞ്ഞെടുത്തത് IT വിദ്യാഭ്യാസമാണ്. IT പഠിക്കാനായി അവൻ എത്തിയത് കോട്ടയത്താണ്. കോട്ടയത്ത് ഇഷ്ടംപോലെ പ്രൈവറ്റ് ITകളുണ്ട്. അത്തരം ഒരു ITയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും അവന്റെ മനസ്സിൽ അടിച്ചുപൊളി ജീവിതമാണ് ഉണ്ടായിരുന്നത്. ആ IT കോഴ്സ് കഴിഞ്ഞതും അവന് ഒരു വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അവൻ കമ്പത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ട് അവൻ കമ്പത്തേക്ക് തന്നെ തിരിച്ചു. പക്ഷെ അവൻ അവിടെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്നതിന് പകരം അവനൊരു ഹോട്ടലിൽ സപ്ലറായി ചേർന്നു. അവന്റെ ലൈഫിന് പറ്റിയ പരിപാടി വർക്ക്ഷോപ്പ് അല്ല എന്ന് ഇതിനിടയിൽ അവൻ തിരിച്ചറിഞ്ഞു കഴിയുന്നു. കമ്പത്ത് അവൻ അടിച്ചു പൊളിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ശരിക്കും കേരളത്തിൽ കൊറോണ വരുന്നത്. ആ കൊറോണ വന്നതും ഹോട്ടലുകളൊക്കെ പതുക്കെ പതുക്കെ അടച്ചു തുടങ്ങിയതും കമ്പത്തുനിന്ന് അവൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി. എല്ലാ വീട്ടുകാരും പിള്ളേർക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന കാലഘട്ടമാണ്. സ്കൂളുകളിലെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ മൊബൈൽ ഫോൺ കൂടിയേ തീരുമെന്നുള്ള ഘട്ടമാണല്ലോ. അങ്ങനെയാണ് ഈ ആൽബിന് അവന്റെ പിതാവ് ബെന്നി 16,000 രൂപ മുടക്കി ശരിക്കും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അവന്റെ സഹോദരിക്ക് കൂടി ഉപയോഗപ്പെടാൻ വേണ്ടിയാണ് ആ ഫോൺ യഥാർത്ഥത്തിൽ വാങ്ങിച്ചത്. ഫോണ് കൈ കിട്ടിയ അവൻ സഹോദരിക്ക് പലപ്പോഴും ഫോൺ കൊടുക്കാതെ ഫോണിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. അവന്റെ ഫോണിലെ ജീവിതം മിക്കവാറും ഈ പറഞ്ഞ ചാറ്റുകളും സെക്സ് വീഡിയോ കാണലുകളുമായി അങ്ങനെ അങ്ങ് പോവുകയാണ്. അവന്റെ ഫോണ് പലപ്പോഴും കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട് അവന്റെ സഹോദരി. ഒരു ദിവസം അവള് ഫോണ് കയ്യിലെടുത്തപ്പോൾ അവൾ കാണുന്നത് അതിനകത്ത് സെക്സ് വീഡിയോകളുടെ ഒരു നീണ്ട നിരയാണ്. തൻ്റെ സഹോദരന്റെ സ്വഭാവം ശരിയല്ല എന്ന് അവൾക്ക് ആദ്യമായി തോന്നുന്നത് അപ്പോഴാണ്. അവള് അന്ന് അവനോട് ആ കാര്യം പറയുകയും ചെയ്തു. ചേട്ടാ ഈ കാണുന്നൊന്നും ശരിയായ പരിപാടിയല്ല, ഞാനിത് അച്ഛനോടും അമ്മയോടൊക്കെ പറയും. അച്ഛനും അമ്മയോടും ആ കാര്യം പറഞ്ഞാൽ തല്ല് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവന്റെ അനിയത്തിയെ പതുക്കെ സോപ്പിട്ടെങ്കിലും അവള് ആ സോപ്പിൽ വീണില്ല. അവൾ അവനോട് പറഞ്ഞു, ചേട്ടൻ രാത്രി ആ കോഴിക്കോടുള്ള പെൺകൊച്ചിനെ വിളിക്കുന്ന എനിക്കറിയാം. രാത്രി മണിക്കൂറുകളോളം ഒരു പെൺകുട്ടിയുമായിട്ട് അവൻ സംസാരിക്കുന്ന കാര്യം അവന്റെ അനിയത്തിയെ മനസ്സിലാക്കിയിരുന്നു. ആൻമരിയ അതെങ്ങാനും വീട്ടിൽ പറഞ്ഞാൽ അതും വിഷയമാവും. 2 ത്രട്ടാണ് ഇപ്പൊ അവനുള്ളത്. ഒന്ന്, അവന്റെ ആ ചാറ്റുകളും സെക്സ് വീഡിയോ കാണലുകളും അവന്റെ അനിയത്തിയെ കണ്ടിരിക്കുന്നു. 2, അവന് ഒരു പെൺകുട്ടിയുമായി ബന്ധമുള്ള കാര്യവും അവക്കറിയാം. ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം മാത്രമേ അവക്കറിയാവൂ. ശരിക്കും ആൽബിന് ഒരുപാട് സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ട്. അതെങ്ങാനും അവൾ അറിഞ്ഞാൽ അവള് എപ്പോൾ അവളുടെ അമ്മയോട് പറഞ്ഞു ചോദിച്ചാൽ മതി. ശരിക്കും ആൻമരിയ അവനൊരു ത്രെട്ടായി മാറുകയാണ്. അവന്റെ വീട്ടുകാർക്ക് ഏകദേശം ഒരു 5 ഏക്കറിലധികം സ്ഥലമുണ്ട്. അത്യാവശ്യം സാമ്പത്തിക സൗകര്യമുള്ള ഒരു വീടാണ്. ആൻമരിയ എന്ന ത്രെട്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അവന്റെ മനസ്സിൽ ആ സ്വത്തും കടന്നു വരുന്നത്. ആൻമരിയ എന്ന ത്രെട്ട് അവസാനിപ്പിച്ചാൽ അവന് ആ സ്വത്ത് പൂർണ്ണമായും കിട്ടും. സ്വത്ത് പൂർണ്ണമായും അവന്റെ കയ്യിലേക്ക് വരണമെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും കൂടി അവസാനിക്കണം. അവന്റെ അച്ഛനും അമ്മയും വലിയ പ്രായമൊന്നുള്ള ആളുകളല്ല. അവര് തട്ടിപ്പോകുന്നവരെ കാത്തിരിക്കുന്നത് മണ്ടത്തരമാണെന്നുള്ള കാര്യം അവന് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് അവൻ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കി. അവന്റെ സഹോദരിയും അച്ഛനെയും അമ്മയും ഒന്നിച്ചങ്ങ് തീർക്കുക. അവർ 3 തീർന്നു കഴിഞ്ഞാൽ അവൻ ആ കോഴിക്കോടുള്ള പെണ്ണുമായി അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇഷ്ടംപോലെ സ്വത്തുമുണ്ട്. അതിനെ പറ്റിയ ഒരു പരിപാടിയെക്കുറിച്ച് അവൻ ആലോചിച്ചു തുടങ്ങുമ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് എലിവിഷം കടന്നു വരുന്നത്. വീട്ടിൽ ഇറച്ചി വാങ്ങുന്ന പതിവുണ്ട്. ഇറച്ചിയിൽ എലിവിഷം കലർത്തി അച്ഛനും അമ്മയ്ക്കും ആൻമരിയയ്ക്കും കൊടുക്കാൻ അങ്ങനെയാണ് അവൻ തീരുമാനിച്ചത് മാത്രമല്ല, അവൻ എലിവിഷം വാങ്ങിക്കുകയും ആ എലിവിഷം വീട്ടുകാരറിയാതെ ഇറച്ചി കലർത്തുകയും ചെയ്തു. പക്ഷേ അവന്റെ കഷ്ടകാലത്തിന് ആ ഇറച്ചിയിൽ എലിവിഷം വേണ്ടത്ര അങ്ങോട്ട് ചേർന്നിരുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള അളവ് ആയിരുന്നില്ല. അത് കഴിച്ച വീട്ടുകാരൊക്കെ ഛർദ്ദിച്ചു. അന്നും ഛർദ്ദിക്കാതെ പിടിച്ചു നിന്നത് സത്യത്തിൽ ആൽബിൻ മാത്രമാണ്. ആൽബിൻ ആ ഇറച്ചി കഴിച്ചിരുന്നില്ല. എന്തായാലും ഇറച്ചിയിൽ കലർത്തിയ ആ എലിവിഷം പരിപാടി പരാജയപ്പെട്ടപ്പോൾ അവൻ അടുത്ത മാർഗത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ മനസ്സിൽ ഒരു സംശയം വന്നു. ഇനി ഈ എലിവിഷം ആവശ്യമുള്ള അളവിൽ ഇറച്ചിയിൽ കലർത്താതെ പോയത് കൊണ്ടാണോ തനിക്ക് അബദ്ധം പറ്റിയത്? അവൻ യഥാർത്ഥത്തിൽ വളരെ കുറച്ച് മാത്രം എലിവിഷം ആ ഇറച്ചിയെ കലർത്താൻ ഒരു കാരണമുണ്ട്. എന്തെങ്കിലും കാരണത്താൽ ഇറച്ചി കഴിക്കുമ്പോൾ രുചി വ്യത്യാസം കഴിക്കുന്ന ആളുകൾക്ക് തോന്നിയാൽ അവര് സംശയിക്കാൻ ഇടയുണ്ട്. അങ്ങനെ വന്നാൽ അവൻ പിടിക്കപ്പെടും. അവർക്ക് സംശയം തോന്നാത്ത അളവിൽ മാത്രമാണ് അന്ന് അവൻ എലിവിഷം കലർത്തിയത്.
എലിവിഷം ഇറച്ചി കലർത്തിയാൽ ഇറച്ചിയുടെ രുചി മാറും. അത് അപകടമാണ്. വേറെ എന്ത് പരിപാടിയിൽ എലിവിഷം കലർത്താം അതറിയാൻ വേണ്ടിയാണ് അവൻ പിന്നീടുള്ള സെർച്ചുകളൊക്കെ നടത്തിയത്. അപ്പോഴാണ് അവന് ഏറ്റവും അനുയോജ്യമായ മാർഗം ഐസ്ക്രീം ആണെന്ന് പിടികിട്ടുന്നത്. അതിനുശേഷം ഐസ്ക്രീം ബേസ് ചെയ്തുള്ള ധാരാളം സെർച്ച് അവൻ നടത്തി. ഐസ്ക്രീമിൽ എത്ര അളവിൽ എലിവിഷം ചേർത്താൽ തിരിച്ചറിയാതിരിക്കും, എത്ര അളവിൽ ചേർത്താൽ അത് കഴിക്കുന്ന ആൾക്ക് മരണം സംഭവിക്കും. അത് രണ്ട് കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞതും അവൻ വീണ്ടും വെള്ളരിക്കുണ്ടം മാർക്കറ്റിലെത്തി. കോവിഡ് കാലഘട്ടത്തിൽ പതുക്കെ മാർക്കറ്റുകൾ തുറന്നു വരുന്ന സമയമാണ്. അവൻ എത്തിയ വെള്ളരിക്കുണ്ടിലെ ആ മാർക്കറ്റിൽ എലിവിഷമൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും. ഒരുപാട് എലിശല്യമുള്ള ഒരു മേഖലയാണ്. ധാരാളം മരിച്ചിനൊക്കെ നടുന്ന സ്ഥലമായതുകൊണ്ട് ഈ എലികളെ തുരത്താൻ വേണ്ടി എലിവിഷം വെക്കുന്ന സ്വഭാവം കർഷകർക്കുണ്ട്. കർഷക കുടുംബത്തിലെ ആൽബിന് അതുകൊണ്ട് തന്നെ എലിവിഷം ഏത് കടയിൽ കിട്ടുമെന്ന് അറിയാം. അവൻ നേരത്തെ വീട്ടിലിരുന്ന എലിവിഷമാണ് ഇറച്ചി കലർത്തിയത്. ഇപ്പോൾ അവൻ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള എലിവിഷമാണ് വാങ്ങിച്ചത്. അത് വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം അവൻ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള കിറ്റ് വിൽക്കുന്ന കടയിൽ നിന്ന് അതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു. ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള എല്ലാ സാമഗ്രികളും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന അവൻ അനുജത്തിയോട് വളരെ സ്നേഹത്തോട് പറഞ്ഞു, എടി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഐസ്ക്രീമിനോട് പ്രത്യേക താല്പര്യമുള്ള പെൺകുട്ടിയാണ് ആൻമരിയ. അങ്ങനെ അവനും ആൻമരിയയും ചേർന്ന് ജൂലൈ 30 ഐസ്ക്രീം ഉണ്ടാക്കി. ശരിക്കും അടിപൊളി ഐസ്ക്രീം തന്നെ അവരുണ്ടാക്കി. അവൾക്ക് ഇഷ്ടം ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഐസ്ക്രീമാണ്. അത് ഈ ആൽബിൻ അറിയാം. അതുകൊണ്ട് തന്നെ ആൽബിൻ ആ ഫ്ലേവറാണ് അന്ന് തിരഞ്ഞെടുത്തത്. രണ്ടുപേരും കൂടി ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കി. ആ ഐസ്ക്രീം ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് 2 കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഐസ്ക്രീം ആകാനുള്ള സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ ഒരു കണ്ടെയ്നർ പുറത്തെടുത്ത് അച്ഛനും അമ്മയും സഹോദരിയോട് കഴിച്ചു തുടങ്ങി. ആൽബിന്റെ മാതാവിന് ഷുഗർ ഒരു വിഷയമായതുകൊണ്ട് അവർ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. ആൽബിനും ആൻമരിയും അച്ഛൻ ബെന്നിയും കാര്യമായി കഴിക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. ഇപ്പോഴും ഒരു കണ്ടെയ്നർ അകത്ത് ബാലൻസ് ഉണ്ട്. ആ കണ്ടെയ്നറിലാണ് ആൽബിന്റെ സകല പ്രതീക്ഷയും. സകലരും ഉറങ്ങിയതും ആൽബിൻ ആ കണ്ടെയ്നറിൽ അവൻ കയ്യിൽ കരുതിയിരുന്ന എലിവിഷം പതുക്കെ കലർത്തി. അത് ആ ഐസ്ക്രീമിനകത്ത് ലയിച്ചു ചേരാനുള്ള സമയം കണക്ക് കൂട്ടിയിട്ടാണ് അവൻ അതൊക്കെ ചെയ്തത്. അവൻ കണക്കൂട്ടിയ സമയമൊക്കെ കഴിഞ്ഞതും പിറ്റന്ന് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവൻ ആ കണ്ടെയ്നർ വീണ്ടും എടുത്ത് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കൊണ്ടുവച്ചു. അതിനുശേഷം അവൻ ആ ഐസ്ക്രീം കോരി അച്ഛനും അമ്മയ്ക്കും ആൻമേരിക്കും ഒരു ബൗളിൽ കൊടുത്തു. ബെന്നിക്ക് ഐസ്ക്രീം വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മകനും മകളും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഐസ്ക്രീം അല്ലേ. ബെന്നി സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്തു. ആൻമരിയ 2-3 ബൗൾ കഴിച്ചു. അമ്മ ബെസ്സിക്ക് ഈ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് അവര് വളരെ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. നമ്മുടെ കഥാപാത്രം ആൽബിൻ അന്ന് കഴിച്ചില്ല. ഇടാ ആൽബിന് നീ കഴിക്കുന്നില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ, അമ്മ എൻ്റെ തൊണ്ട ശരിയല്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ കഴിക്കുന്നില്ല. തലേദിവസം ഇഷ്ടംപോലെ അവൻ കഴിച്ചതിന്റെ ഫലമായിട്ട് അവന്റെ തൊണ്ടയ്ക്ക് ഒരു കിച്ച്. എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെസ്സി അവനോട് പറഞ്ഞു, എടാ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീം അല്ലേ, നീ കുറച്ച് നമ്മുടെ ആ പട്ടിക്കൂടെ കൊടുക്ക്, അവർക്കൊരു വളർത്തുപട്ടിയുണ്ട്. ഏയ് അമ്മ, ഞാനും ആനും കൂടി പാടുപെട്ട് ഉണ്ടാക്കിയ ഐസ്ക്രീം പട്ടിക്ക് എങ്ങനെ കൊടുക്കാനാ? അവൻ ചുമ്മാരി, എന്റെ തൊണ്ട കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, ഞാൻ അപ്പം കഴിച്ചോളാം. അങ്ങനെ അവൻ നിർബന്ധിച്ച് പറഞ്ഞതും ബെസ്സി അവനോട് പിന്നീട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അന്ന് അല്പസമയം കഴിഞ്ഞതും ഓരോരുത്തരായി പതുക്കെ ഛർദ്ദിച്ച് അവിടെ വീണു. എല്ലാവരും ഛർദ്ദിച്ച് വീണതും ഛർദ്ദിൽ അഭിനയിച്ച് സാക്ഷാൽ ആൽബിനും വീണു. ആൽബിന്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ട് അടുത്തുള്ള വീട്ടുകാർ ഓടിയെത്തി. ആ കോവിഡ് കാലഘട്ടത്തിൽ പോലും അവരെ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ആദ്യം കേട്ട കഥ തുടങ്ങിയത്. പോലീസ് ആൽബിനെ ആൻമേരിയുടെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് അറസ്റ്റ് ചെയ്ത വിവരം അറിയുമ്പോഴും ആൻമേരിയുടെ പിതാവ് ബെന്നി ഹോസ്പിറ്റലാണ്. ശരിക്കും ആ വിവരം ബെന്നി അറിയുമ്പോൾ ആ ആശുപത്രി കിടക്കയിൽ പോലും ബെന്നി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാളുടെ മകൻ അയാളുടെ മകളെ കൊന്നുവന്നു. എന്നാൽ ഇതേ സമയത്ത് അയാൾ വീട്ടിലെ ആളുകൾക്ക് പോലീസിനോട് ഇതുമായി ബന്ധിപ്പിച്ച് ഒരു കഥ പറയാനുമുണ്ട്. ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ആൽബിന്റെ മുഖം അവരിൽ പലരും ശ്രദ്ധിച്ചിരുന്നു. ഏക സഹോദരിയാണ് മരിച്ചത്. പക്ഷെ ആ സഹോദരി മരിക്കുമ്പോൾ ഒരു സഹോദരിൽ കാണുന്ന ഒരു ദുഃഖമുണ്ടല്ലോ, ആ ദുഃഖം ആൽബിനിൽ ഉണ്ടായിരുന്നില്ല എന്ന് പലരും നോട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യം ഇപ്പോഴാണ് അവർ പോലീസിനോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും ആൻമരിയെ മരിച്ച സങ്കടത്തിൽ അവരൊക്കെ നിൽക്കുമ്പോൾ അവർ മനഃപൂർവ്വം ആ കാര്യം അപ്പോൾ പറയാതിരുന്നതാണ്. സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരിയും കൊല്ലാൻ ഒരു സഹോദരൻ നടത്തിയ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ആസൂത്രണമാണ് ഈ കേസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ മറ്റൊരു ഭാവമാണ് നമ്മൾ വെഞ്ഞാറമൂട്ടിൽ കണ്ട അഫാന്റെ കേസ്. അവിടെ ആ പയ്യൻ കൊന്നൊടുക്കിയത് ബന്ധുക്കളെ തന്നെയാണ്. അഫാൻ അവന്റെ ബന്ധുക്കളെ കൊന്നത് സ്വത്തിനു വേണ്ടിയല്ല. പക്ഷേ കോഴിക്കോട് ജില്ലയിലെ ജോളി ആളുകളെ കൊന്നത് സ്വത്തിനു വേണ്ടിയാണ്.
സ്വത്തിനു വേണ്ടി ഇങ്ങനെ സഹോദരങ്ങളെ കൊല്ലുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കഥ വളരെ വളരെ ശ്രദ്ധേയമായ ഒന്ന് ശരിക്കും ഇന്ത്യയിലെ എല്ലാ കുറ്റാന്വേഷണ പരിശീലന കേന്ദ്രങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. അത് നടക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കഥ നമ്മളെ ഞെട്ടിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമാണ്. ഞാനത് താഴെ പിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. സ്വത്തിനു വേണ്ടി ബന്ധുക്കൾ എത്ര അളവ് വരെ പോകുമെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ആ കഥയിലൂടെ നമുക്ക് ലഭിക്കും. ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.